ഹേയ് ഓൾ. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം. ഇന്ന് ഫസ്റ്റ് നമ്മൾ ഹോട്ടലിൽ താഴെ തന്നെ ഹോട്ടലുണ്ട്. ഇന്നലെ നമ്മൾ ഈവനിങ് ഫുഡ് കഴിച്ച ഹോട്ടല്. അപ്പോൾ അവിടെ നിന്ന് എന്തായിരിക്കും മസാല ദോശ കഴിച്ചിട്ട് പിന്നെ റൂം വെക്കേറ്റ് ചെയ്യും. റൂം ഇവിടെ തന്നെയാണ് കേട്ടോ, ആ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ എലിഫന്റ് ദുബാര ക്യാമ്പ്. അപ്പോൾ നമുക്ക് രാവിലെ മസാല ദോശ കഴിക്കാം. അപ്പോൾ മസാല ദോശ ക്യാൻസൽ ആയിട്ടോ. ഇവിടെ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ കഴിച്ച ഹോട്ടൽ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ നോക്കാം. ഇവിടെ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ടില്ലല്ലേ. എന്താ ചെയ്യാ? അപ്പോൾ നമ്മൾ അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ ഇപ്പുറം മറ്റേ ഉടുപ്പി ഹോട്ടലുണ്ട്, അതായത് വെജിറ്റേറിയൻ, പ്യൂർ വെജിറ്റേറിയൻ. അപ്പോൾ അവിടെ മസാല ദോശ ഉണ്ടാവുമെന്ന് അറിയില്ല. മസാല ദോശ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റേറിയൻ ഐറ്റം കഴിക്കും. രണ്ട് കോഫിയൊക്കെ പറഞ്ഞാൽ കോഫി പറഞ്ഞോ. ഇവിടെ ഉള്ള ആൾക്കാരുടെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. മസാല ദോശ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും അറിയില്ല. കഴിച്ചത് നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചങ്ങായി ഇവിടം വരെ വന്ന്, എന്നിട്ട് അതേപോലെ തിരിച്ചോടി. എങ്ങനെയുണ്ട്? രണ്ട് ചായയും കൂടി പറയാം. കോഫി പറഞ്ഞതായി ഇത് മസാല ദോശ ഓരോ അതായത് ഓരോ മസാലയിലുണ്ടാവണം, ഡിഫറെൻ്റ് ആയിട്ട്. ഇത് വേറെ ആയിരിക്കണം. ഇതിൻ്റെ മസാല കുറവാണ് കേട്ടോ. സാധനം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മസാല കുറവാണ്. 230. അപ്പോൾ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത്, അപ്പോൾ ഇവിടുന്ന് മോർണിംഗ് ദുബാര എലിഫന്റ് ക്യാമ്പിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് 11 മണി വരെ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഈവനിങ് ആണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഈവനിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പോകുന്നത് എന്നാണ് നിസാർ ഖദ്ദാമ എന്ന് പറഞ്ഞിട്ടൊരു ബേർഡ് പാർക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തിട്ട് പിന്നെ ഗോൾഡൻ ടെമ്പിൾ, അതിനുശേഷം ദുബാര എലിഫന്റ് ക്യാമ്പ്. അപ്പോൾ പോകാൻ മതി. അപ്പോൾ ഇവിടെ നിസാർ ഖദ്ദാമയിലെത്തി കേട്ടോ. ഇവിടെ ടിക്കറ്റിന് 120 പിന്നെ ഓക്കെ, ഒരാൾക്ക് 60, 2 പേർക്ക് 120. പിന്നെ എൻട്രി ബൈക്ക് പാർക്കിങ്ങിന് 25. ഇവിടെ എൻട്രൻസിൽ തന്നെ ഇവിടെ ബോട്ടിങ്ങും കൂടി കാണുന്നുണ്ട് കേട്ടോ. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണെന്ന് അറിയില്ല, എക്സ്ട്രാ എടുക്കണം എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ ഇവിടെ കൗണ്ടറൊന്നും വേറെ കാണുന്നില്ല. ഇവിടെ എൻട്രൻസിലല്ല, അതായത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പഴയ ബ്രിഡ്ജും കൂടി കാണുന്നുണ്ട്, അത് പൊളിഞ്ഞെടുക്ക്. ഈ നിസാർ ഖദ്ദാമ പാർക്കിലുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു ബാംബു പാർക്ക്, പിന്നെ ഇവിടെ ഡീർ പാർക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മാനുണ്ട്. ഇവിടെ മാനുണ്ട്. പിന്നെ ബോട്ടിങ്ങിന് സെപ്പറേറ്റ് ടിക്കറ്റ് തന്നെയാണെന്ന് വെച്ചാൽ അവിടെ ഒരാളുടെ ചോദിച്ചാൽ എന്നാലേ അവർക്ക് കാര്യം ഉണ്ടാവും. നമുക്ക് ഇതിൽ നടക്കാം. മാപ്പിൽ എവിടെയാ ഉള്ളത് നോക്ക്. സിപ്ലൈന് വേണ്ട, മതി. ഇന്നലെ പോയതല്ലേ. ആ ഇന്നലത്തെ തന്നെ 500. സ്പീഡില്ല. സ്പീഡില്ലടാ. എന്റെ ഡ്രീം കം ട്രൂ എന്നാ പറഞ്ഞു ഷാബാസ്. ഡ്രീം കം ട്രൂ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം പിന്നെ എന്താ പറയാ, ഫാന്റസി ലൈഫ് എന്നെല്ലാം പറയുന്ന. ഇവിടെ നിസാർ ഖദ്ദാമ പാർക്കിൽ കോട്ടേജസ് അവൈലബിൾ ആണ് കേട്ടോ. അതിനെത്ര ചാർജ്? നീ എത്ര പറഞ്ഞേ? ഓൺലൈനിൽ 700 to 1000 കാണിക്കുന്നു. കാണിക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും. 10 രൂപൻ്റെ എൻട്രി ടിക്കറ്റ് ഇവിടെ വന്നേരം 60. അപ്പോൾ ഒരു 1000-1200 റേഞ്ചിലുണ്ടാവും. അതായത് നമുക്ക് ഇതിനുള്ളിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ
ഒരു മരത്തിന്റെ പൊത്ത്, എന്തൊരു പൊത്ത് പോലെ സാധനം ഉണ്ട്. അത് ഇതാക്കി ഓപ്പൺ ആക്കിയാൽ 5 ലിറ്ററോളം വെള്ളം കിട്ടും. ആരാ പറഞ്ഞത്? കാട്ടിലുള്ള ആൾക്കാർ ഏതോ ഡെസ്റ്റിനേഷനിൽ പോയാൽ അവിടെ തന്നെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഈ ഒരു ഓവർ ടാലന്റഡ് തന്നെ കേട്ടോ. ചെറുപ്പത്തിൽ സ്വയം പര്യാനിച്ച അങ്ങനത്തെ സംഭവം. കുറേ ടീംസ് ഉണ്ടല്ലോ ഇവിടെ, എന്തെല്ലോ കുപ്പിയെല്ലാം. ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഇവിടെ വെള്ളടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ഡു നോട്ട് ക്രോസ് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ചില ഏരിയയിലൊന്നും. ഇപ്പോൾ കുറുവ ദ്വീപിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പല ഏരിയയിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഉള്ളോട്ട്. ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളടി അങ്ങനത്തെ പല പരിപാടികളുണ്ട്. ആദ്യം എൻ്റെ ഉള്ളിൽ കയറാൻ 60, പിന്നെന്തിനീ 60 നടക്കാനോ? ഇല്ല, ബേർഡ് പാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെറിയ, അതായത് ഇവിടെ ഒരു ചെറിയ അടച്ചിട്ട സെറ്റപ്പായിട്ട് ഇവർ കൂട്ടിലിട്ടിട്ട് ഒരു ഡ്രോൺ കാണാൻ പറ്റില്ല. പെസന്റ് അങ്ങനെ ഗൂസ് അങ്ങനെയുള്ള ചില ഐറ്റംസ് ഒക്കെ ഇവർ തന്നെ വളർത്തുന്നത്. ഞാൻ ഉദ്ദേശിച്ച ബേർഡ് പാർക്കല്ല, പെറ്റ് സ്റ്റേഷനിലെല്ലാം നമ്മൾ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലെല്ലാം പോകുന്നവർ അതിൻ്റെ അത്രയില്ല, ചെറിയൊരു സെറ്റപ്പ്. അതുകൊണ്ട് നമ്മളതിൽ കയറുന്നില്ല തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഡീർ പാർക്കും അതുപോലെ ആവുമെന്ന് അറിയില്ല. ഡീർ പാർക്ക് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, കാരണം നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിലൂടെ തന്നെ കുറേ നടന്നു. പക്ഷേ നടക്കുമ്പോൾ മടുപ്പൊന്നുമില്ല കേട്ടോ. അത് നല്ല ക്ലൈമറ്റും അത്ര വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. അവിടെ ബേർഡ് പാർക്കിൽ നിന്ന് കുറച്ച് നടന്നാൽ തന്നെ ഡീർ പാർക്കിലേക്ക് എത്താം കേട്ടോ. അങ്ങനെ നിസാർഗഡ് ഡാമിൽ നിന്ന് നമ്മൾ ഒരു 7 കിലോമീറ്ററാണ് ഇവിടെ മറ്റേ ബുദ്ധന്മാരുടെ മൊണാസ്ട്രിയിലേക്കുള്ളത്. അതായത് ഇതിൻ്റെ പേര് ഗോൾഡൻ ടെമ്പിൾ എന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ നംറോളിംഗ് മൊണാസ്ട്രി. ഇവിടെ പാർക്കിംഗ് ഫീസ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പ്ലേസിൽ നിന്ന് ഇവിടത്തേക്ക് 7 കിലോമീറ്ററേ ഉള്ളൂ. എടുത്തിട്ട് ടിബറ്റൻ ഫുഡ് ട്രൈ ചെയ്യാം. ലാപ്പിംഗ് പേരെന്നാ? ലാപ്പിംഗ് നൂഡിൽസിന്റെ എന്തോ വെറൈറ്റി ആണ്. 100 രൂപ അല്ലേ? ആ മാഗിൻ്റെ ഇല്ലടാ, ഏത് നമ്മൾ 1 റുപ്പീൻ്റെ ആ ഒരു സാധനം ഇതിൻ്റെ ഫില്ല് ചെയ്യും. അത്രേ ഉള്ളൂ, അത് സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ സാധനം ഉണ്ടാക്കുന്ന വേറെ എന്തോ ആണോ? അതെന്താ ഐറ്റം? അതെന്താ ടേസ്റ്റ് എന്താ? മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലോർ എന്നല്ല. മീറ്റാ? വീറ്റ് ഗോതമ്പ്. സ്പെഷ്യലായിട്ടൊന്നുമില്ല. സാധനം മാറി, എടുത്തപ്പം മാറിപ്പോയി. താഴത്തെ എടുത്തേ എന്ത് സാധനം? ഫ്ലേവർ എന്താ? മിക്സാണോ? ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ? നമ്മളാ ടിബറ്റൻ ലാപ്പിംഗ് കഴിച്ചിട്ട് എനിക്ക് സ്പൈസി അത്ര പറ്റൂല. അപ്പം എനിക്ക് നല്ലോണം എരിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ പിടിച്ചിട്ടില്ല. തിന്ന് കഴിഞ്ഞതിന് ശേഷം പിടിച്ചിട്ടില്ല, തിന്നതിന് മുന്നേ ഓക്കെ. ഇവിടുത്തെ കഫേയിലൊക്കെ വർക്ക് ചെയ്യുന്നതും ആൾക്കാർ തന്നെയാണ് കേട്ടോ. അത് നേപ്പാളിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റൊരു പേരാണ് നംറോളിംഗ് മൊണാസ്ട്രി. ഇത് 1963 നോബു റിംപോച്ചെ, അതായത് 3ാമനാന്ന് തോന്നുന്നു,
മൂപ്പറാണ് ഇത് ഫൗണ്ട് ചെയ്തത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഇത് എനിക്ക് പ്രോപ്പറായിട്ടുള്ള നെയിം അറിയില്ല. അവരുടെ ഒരു ലീനേജിലുള്ള കുട്ടികളെ അതായത് ട്രെയിൻ ചെയ്യുന്ന ബുദ്ധിസം ട്രെയിൻ ചെയ്യുന്ന ഒരു സെൻറ്റർ കൂടിയാണ്. ലാർജസ്റ്റ് സെൻറ്ററാണ് ഇത്. ഗോൾഡൻ ടെമ്പിളിൽ ഞാൻ ബ്രദേഴ്സിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതെന്തുകൊണ്ടാണെന്നല്ല, അന്നെന്തോ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഫുട് വെയർ ഇവിടെ ഊരി വെക്കണം പുറത്ത്, അവിടെ ഷൂ സ്റ്റാൻഡ് ഉണ്ട്. ഇത് ആ കാണുന്ന ബിൽഡിങ്ങിൽ ഇപ്പോൾ കറൻറ്റിൽ എന്തോ പ്രെയറാണ് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ മറ്റേ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന മറ്റേ ടിബറ്റൻ മറ്റേ ഒരു ബെല്ലില്ലേ, അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എലിഫൻറ്റ് ദുബാര ക്യാമ്പിലെത്തി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നമ്മളൊരു മലയാളിയുടെ ഹോട്ടലിലൊരു 3 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ട വന്ന്. ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് 4 മണി 4:30 എത്ര മണി 4 മണി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ വെള്ളത്തിലൂടെ നമ്മൾ നടക്കണം, നടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അതും ഈ വെള്ളത്തിലൂടെ. ഇവിടെ ബോട്ടിംഗ് ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമില്ല. അതുകൊണ്ട് ബോട്ട് എന്തായാലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ നടന്നിട്ട് തന്നെ പോകണം. പേടിയുണ്ടോ? എന്ത് പേടിയാടാ, നീന്താ അറിയില്ലല്ലോ. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കടന്നു വന്നത്. ഭയങ്കര റിസ്കി ആയിരുന്നു. ഷാബാസിൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് തിങ് എന്ന് പറഞ്ഞു. നമ്മുടെ ബാക്കിൽ വന്ന് 2 പേര് വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭാഗ്യത്തിന് സേഫായിട്ട് ഇവിടെ എത്തി. ഇനി തിരിച്ചെങ്ങനെ അവിടെ എത്തുന്ന അറിയില്ല, കാരണം ഇപ്പം നല്ല മഴക്കാറുണ്ട്. ഇനിയും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒഴുക്കും കൂടും, വെള്ളം കൂടും. അപ്പോൾ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 140 ആണ് കേട്ടോ. 140 ഗവൺമെൻറ് ഹോളിഡേയ്സ് സമയത്ത്, 120 ബാക്കിയുള്ള സമയത്ത്. അതായത് ഹോളിഡേയ്സ്, ഗവൺമെൻറ് ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം 120 ആണ് ടിക്കറ്റ് ഒരാൾക്ക്. അപ്പോൾ ഈ എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് ഈ മൈസൂർ ദസറ ഫെസ്റ്റിവലില്ലേ, അവിടത്തേക്ക് ട്രെയിൻ ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ടിമ്പർ ലോഗ് കയറ്റാൻ വേണ്ടി ട്രെയിൻ ചെയ്യലും അങ്ങനത്തെ പരിപാടിയെല്ലാം ഇവിടെ. പിന്നെ ഇവിടെ എലിഫൻറ്റിനെ കുളിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയിട്ട് ഒന്ന് ടച്ച് ചെയ്യാം, അങ്ങനത്തെ പരിപാടി. അതിന് എക്സ്ട്രാ ടിക്കറ്റ് വേറെ തന്നെ എടുക്കണം. ഇതങ്ങനെ ഫൈനലി നമ്മൾ കൂർഗിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ആനനെ കാണുന്നത്.